Welcome to a wonderful episode of Malabar Golden Diamond Gets a Chat powered by Tom Larry, presented by Only Food Waste Disposal. ചെയ്ത ആദ്യത്തെ ചിത്രം തന്നെ മാസീവ് ഹിറ്റ്, അതും ലാലേട്ടനെ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചിത്രം. അപ്പം പിന്നെ ആൾ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെല്ലാവരും ഉറപ്പായിട്ടും ഓർത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ചുമ്മാ ഒരു ചിത്രം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ സിനിമകൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താണ് പറയുന്നത്, ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സിനിമകളും കൂടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദാറ്റ് ടാലന്റഡ് ഫിലിം മേക്കർ, ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്. So welcome to Get Set Chat. ഇന്നത്തെ ആക്ച്വലി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ്. വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ മലയാളം ഡയറക്ടേഴ്സ്, ചെയ്ത എല്ലാ ഫിലിമും സക്സസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും ഇൻട്രൊഡക്ഷൻ സത്യം പറഞ്ഞ സാറിന് തരാൻ പാടില്ല. കാരണം നോക്കിയിരിക്കുന്നവർ വിചാരിക്കും ഈ കുട്ടി എന്തായി പറയുന്നതെന്ന്. വെൽ സർ, ആദ്യമേ തന്നെ കൺഗ്രാറ്റുലേഷൻസ് സാറ്. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറേ കാലമായെങ്കിലും ആസ് എ ഡയറക്ടർ ഐ തിങ്ക് വി ആർ കംപ്ലീറ്റിംഗ് 10 years. അപ്പോൾ 10 years സെലിബ്രേഷൻ നമ്മളിവിടെ നടത്തുകയാണ്. ആൻഡ് ഫസ്റ്റ് ഫിലിം തന്നെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതിനു മുമ്പ് അസിസ്റ്റൻ്റായിട്ട് ചെയ്തിരുന്നല്ലേ, അയാൾ കഥ എഴുതുകയാണ്, നരസിംഹം. പക്ഷേ എങ്കിൽ കൂടി ഫസ്റ്റ് ഫിലിം ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലായിരുന്നോ? എങ്ങനെ, ഹൗ ഡിഡ് യു റീച്ച് ദെയർ? ഞാൻ ആക്ച്വലി ആ സിനിമ ഉണ്ടായതിന് ശേഷം ശ്രീനേട്ടൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കഥയുടെ ഒരു ഐഡിയ ഉണ്ടായതിന് ശേഷം ചെന്നൈയിൽ പോയിട്ട് ശ്രീനേട്ടൻ്റെ അടുത്ത് ഞാൻ ആ കഥ പറയാം. ആ സമയത്ത് ജസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ അതിൽ പിന്നെ ഉദയഭാനു എന്നുള്ള കഥാപാത്രം എന്നുള്ള പേര് പോലും ഇല്ല, ഡയറക്ടറും ഒരു നടനും മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് പറഞ്ഞു, ആ കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. അന്ന് വിനീതും അവർ വീട്ടിലെന്തോ ജോലി നടക്കുന്നതുകൊണ്ട് ഈരാളിയേട്ടൻ്റെ ഫ്ലാറ്റിലാണ് വിനീതും ശ്രീനേട്ടൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ശ്രീനേട്ടൻ പുറത്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വിനീത കയറി വന്നിട്ട് ചേട്ടത്ത് ഗംഭീരമാവും സിനിമ, ഷുവർ ഷോട്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ ഇദ്ദേഹം വഴി ഇന്ന നടന്ന് കിട്ടുമായിരിക്കും. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നുകൊണ്ട് മാത്രം എനിക്കൊരാൾ പെട്ടെന്നൊരു ഡേറ്റ് തന്നെ ഒന്നുമില്ല. കാരണം ഞാനൊരു ക്ലാബ് ബോയും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എടുത്തുന്നു, ഇത്രയും ജോലികൾ ഞാൻ ചെയ്തിട്ടില്ല. വലിയൊരു ഫേമസ് അസോസിയേറ്റ് ഡയറക്ടറോ അങ്ങനെയൊന്നുമില്ല. സിനിമയോടുള്ള പാഷനും സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് എ വെരി ഫേമസ് അസോസിയേറ്റ് ഡയറക്ടർ. കാരണം 5-6 സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പെട്ടെന്നൊരു നടൻ ഡേറ്റ് തരാൻ ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. അത് അന്നത്തെ കാലം, ഒരു 10 years ആയിട്ടുള്ള കാലത്ത് അത് തന്നെ. പിന്നീട് ഇവിടെ വന്ന വിന്ധ്യേട്ടൻ, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. വിന്ധ്യേട്ടൻ്റെ അടുത്ത് കവിയിലെ ഞങ്ങൾ ഒരുമിച്ച് പനമ്പള്ളി നഗറിൽ കൂടി ഇങ്ങനെ വണ്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ അമ്മയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, ഷോ 95 അങ്ങനെ എന്തൊരു പ്രോഗ്രാം. ഷോ 95 അല്ല, അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ അവന്യൂ സെൻറ്ററിൽ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ശ്രീനേട്ടൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് നെടുകൂടി വേണു ചേട്ടനുണ്ടെന്ന് പെട്ടെന്ന് ഡോറിൽ നോക്ക് ചെയ്തു. ഞാനപ്പോൾ ഡോർ തുറക്കുമ്പോൾ മോഹൻലാൽ നിൽക്കുക. അപ്പോൾ ഞാൻ ടക്കുന്നായി. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്നു. പുള്ളിക്ക് 2 സിനിമ ഞാൻ അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി കയറി വന്നു, ശ്രീനേട്ടനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അവർ തമാശയൊക്കെ പറയുന്നു, വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി പോകുന്നു. താഴെ ഇറങ്ങി ഞാനപ്പോൾ വിന്ധ്യേട്ടൻ്റെ അടുത്ത് പോകണമെങ്കിൽ വിന്ധ്യേട്ട ഈ മനുഷ്യൻ ഇദ്ദേഹം ചെയ്ത അറിയാമല്ല വിന്ധ്യേട്ടാന്ന് പറഞ്ഞു. നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതല്ല ചോദിച്ചു നോക്കാമല്ലോ, കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ കാര്യമല്ലേ. അപ്പോൾ എനിക്ക് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി പനമ്പള്ളി, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പനമ്പള്ളി അവന്യൂ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റിൽ പുള്ളി എന്നെ വണ്ടിയിൽ അവിടെ ഇരുത്തിയിട്ട് നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്തിട്ട് പുള്ളി പോയി. ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ഓടി വന്ന രീതിയുണ്ട്. കൈ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്താ നടക്ക് സംഭവം ഡണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ പോയി ശ്രീനേട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ലാലേട്ടൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. പുതുമുഖം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് കഥ കേൾക്കട്ടെ, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി കഥ കേൾക്കണം, അത്രേ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നീട് എല്ലാം സംഭവിച്ചു. അപ്പോൾ അതിൽ പിന്നെ ശ്രീനേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹവും വിന്ധ്യേട്ടനും ഇവർ ഒരുമിച്ചാണ് പോയി കാണുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തേക്കുള്ള ഫസ്റ്റ് പടി മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ആദ്യം ശ്രീനേട്ടനിലേക്ക് എത്തുന്നതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അതിലേക്ക് എത്തിയതോടുകൂടി
ഞാൻ പറയാം എപ്പോഴും ഒരു ബൾബ് കത്തും അല്ലെങ്കിൽ എവിടെയോ യൂണിവേഴ്സിൽ ഒരു സാധനം ഉള്ളതുപോലെ അത് ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് പടി എന്ന് പറയുന്നത് ടു റീച്ച് ടു ശ്രീനിയേട്ടൻ. അല്ല ലാലേട്ടൻ ഓക്കെ എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ, ആദ്യം ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ആരായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ? ഇല്ല അങ്ങനെയില്ല, ഞാൻ കഥ പറയുമ്പോഴും ഒരു സംവിധായകനും ഒരു അങ്ങനെ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ പല ആളുകൾ ഇപ്പോൾ ജയറാമേട്ടൻ്റെ അടുത്തും കഥ പറയുകയും ജയറാമേട്ടൻ്റെ അടുത്ത് അഡ്വാൻസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് ആ സിനിമ അദ്ദേഹമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് അതിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നു, അത് മാറി. അങ്ങനെ ഒരാൾ സംവിധാനമുണ്ട്. മെയിൻ ശ്രീനിയേട്ടനെ കൺഫേംഡ് ആയിരുന്നു അതിന്. സരോജ് കുമാറിൻ്റെ ക്യാരക്ടർ എനിക്ക് വളരെ കൺഫേംഡ് ആയിരുന്നു. പിന്നീടാണ് സംവിധായകൻ ഈ ലെവലിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ അത് ദൈവം നൽകിയ ഒരു അഡീഷണൽ എന്നൊക്കെ പറയില്ലേ നമുക്ക്. ഇപ്പം ഒരു 5 സിനിമയല്ലേ അതിനു മുമ്പ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ഈ ഒരു സിനിമയുടെ തീം എന്ന് പറയുന്നത് ഈ ഒരു 5 സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമാ ഫീൽഡ് ഇങ്ങനെയാണെന്ന് തോന്നിയോ? അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് ഗോസ് ടു ശ്രീനിയേട്ടൻ. കാരണം അദ്ദേഹം 25 വർഷമായി സിനിമയിൽ നിന്നിട്ടുള്ളൂ. പിന്നെ എന്നെപ്പോലെ ഞാൻ അന്നൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ഒരു ടെലിഫിലിമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ അദ്ദേഹം സ്ക്രീൻ പ്ലേ എന്താന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ ആ സമയത്ത്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവിടെ കൂടെ ഇരുത്തുക, അതിൻ്റെ ഡിസ്കഷന് വേണ്ടി ഇരുത്തുക, ഒരു കഥയുടെ ഐഡിയ വന്നാലും അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിനുവേണ്ടിയൊക്കെ പുള്ളിയുടെ കൂടെ ഒരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ ട്രാവലിങ്ങിൽ തന്നെ സിനിമയിലുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി അവിടെ കണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഈ സിനിമ കഥ ആയതുകൊണ്ട് ഈ നേരത്തെ നന്ദിനി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 25 വർഷത്തെ രസങ്ങളായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഞങ്ങളൊരു എഴുതിയിട്ടു, ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് പുള്ളി പറയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നമ്മളുടെ ഭാവന അതിലേക്ക് ചേർക്കാന്നുള്ളൂ, നമ്മുടെ ചെറിയ ഭാവന അതിൽ ചേർത്ത് ആ സിനിമ ഉണ്ടായി എന്നുള്ളതാണ്. സരോജ് കുമാറിനെ പോലുള്ള കഥാപാത്രങ്ങളെ കണ്ടുപിട്ടിട്ടുണ്ടോ ഫിലിം ഇൻഡസ്ട്രിയിൽ? എല്ലാവരും സിനിമയിൽ ലോകത്ത് എവിടെയുണ്ട് സരോജ് കുമാർ? എത്ര പേരുണ്ട് ലോകത്ത്? സിനിമയിലെത്തണമെന്നില്ല, അല്ലാതിനുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ജീവിതത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടായി പെട്ടെന്ന് പിന്നെ ഇതാവാനായിട്ടും അങ്ങനെയല്ലേ. ഇപ്പൊ സിനിമയിലെ തിരുത്തലുകൾ ഇങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യില്ല, എന്റെ ഹീറോ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയുന്ന നടന്മാരെ കണ്ടിട്ടുണ്ടോ? എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല, അത് സംഭവിക്കത്തുമില്ല. അത് കാരണം ഐ എം വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ്. ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് വളരെ ക്ലാരിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാരിറ്റികൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന നടന്മാർക്കും നടിമാർക്കും അത് ആ ധാരണയുണ്ട്. കാരണം അവർ വന്നാൽ അത് കറക്റ്റായിരിക്കും ആ മീറ്റർ എന്ന് എനിക്കറിയാം. അത് എന്നാണോ നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ഈ തൊഴിൽ നിർത്തും. അതുകൊണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. കണ്ടിട്ട് ഉണ്ടാവാണ്ടിരിക്കുക, പക്ഷെ അത് ആ സിനിമയുടെ തമാശയ്ക്ക് വേണ്ടി അത് കൂടുതൽ വരുന്നു. അല്ല, ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴേ ഈ സിനിമയെ പറ്റിയിട്ട് യാതൊരു നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അപ്പൊ നമ്മൾ സിനിമാക്കാരൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന് നമ്മൾ ഓഡിയൻസ് വിചാരിച്ചു. അങ്ങനത്തെ ആളുകളും ഉണ്ട്, ഇല്ലെന്ന് ഉണ്ടാവാം. പിന്നീട് പറഞ്ഞു കേട്ടിരിക്കുന്ന കഥകളിലും ഡിസ്കഷനിൽ കേട്ട കഥകളിലൊക്കെ കുറെ തമാശകളും രസങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ ഡിസ്കഷന്റെ ഇടയിൽ ഒത്തിരി സിനിമാക്കാരുടെ ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ ഭയം. അത് ശ്രീനിയേട്ടൻ്റെ കൂടെയുള്ള ആ യാത്രയിൽ ചിരിച്ചത്രോ ഞാൻ ചിരിച്ചത്ര ആ സിനിമയിൽ ചിരിച്ചിട്ടില്ല ജനങ്ങൾ. കാരണം 2.5 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ സിനിമ അതിന് മുമ്പുള്ളൊരു 4 വർഷമുണ്ട്. ഈ 4 വർഷത്തിലും എത്രയോ സ്റ്റഡീസ്, എത്രയോ റിസർച്ച് ഉണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കിട്ടുന്ന കോമഡികളും ചിരികളും രസങ്ങളും ഒക്കെ വളരെ അതിനിടയിലിടയ്ക്ക് മുകേഷ് ഏട്ടൻ പിന്നെ സഹായം മീൻസ് ചെറിയ കാര്യങ്ങളായിട്ട് വരും. ഡയറക്ടർ സിദ്ദിഖ് സിനിമയിലെ പോലെ തന്നെ ഇക്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പ് ഇടയ്ക്ക് കൂടുമ്പോൾ ആ ചർച്ചയും രസങ്ങൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊരു ഒരു പെർസ്പെക്റ്റീവിൽ പുതിയതായിട്ട് കാണുന്നതല്ലേ ഇവരൊക്കെ. അതെല്ലാം വലിയൊരു കാര്യമായിരുന്നു. ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് തന്നെ എല്ലാ ആക്ടേഴ്സിന്റെ ഒരു വലിയൊരു സ്റ്റഡി ക്ലാസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 100%. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നീട് നേരത്തെ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പിന്നെ തകർത്തോന്നല്ല ബാക്കിയുള്ള ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഓഡിയൻസ് പറയുന്നത് തകർത്തു ശരിക്കും അല്ല. അപ്പൊ ഇപ്പം ഉദയഭാനു എന്ന് പറയുന്ന ക്യാരക്ടറിനെ പോലെ നമ്മുടെ ഏതെങ്കിലും ഇപ്പം സാറിന്റെ സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകളിലാണെങ്കിലും ഏതെങ്കിലും ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അണ്ടർ റേറ്റഡ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഈ ഇദ്ദേഹത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് പ്രോപ്പറായിട്ട്? ഇല്ല, ഇതില് ഞാൻ പറയാം, ഇതില് ഇപ്പം ഞാൻ പറയാം, ചില ടെക്നീഷ്യൻസിനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ടെക്നീഷ്യൻസിനെ നമുക്ക് ഇദ്ദേഹം
ഇനിയും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടോ, ഇനിയും ഇദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാടുണ്ടോ എന്ന് തോന്നുന്ന കുറേ പേര് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ ആളുകൾ, പിന്നെ കുറേയൊക്കെ സിനിമയിൽ ജിജോ എന്ന് പറഞ്ഞ ജിജോ സാറ്, അദ്ദേഹം നമുക്കറിയാം, അതായത് 3D എന്ന് പറയുന്ന പിന്നെ ഒരു സംഗതി നമ്മളെ കൊണ്ടുവന്ന് അത്ഭുതപ്പെടുത്തി അല്ലേ. അദ്ദേഹത്തിനെ പറ്റി പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കേട്ടിട്ടില്ല. അതെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലത്തെ ഇന്ന് പല പ്രമുഖ സംവിധായകർ ഇൻ്റർവ്യൂ വായിക്കുമ്പോഴൊക്കെ മണിരത്നത്തിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതിലും ഇദ്ദേഹത്തിനെ പറ്റി അപ്പോൾ അത് അദ്ദേഹം, കാരണം അദ്ദേഹം അന്നത്തെ ഒരു കാലത്ത് ഇത് പോയി പഠിക്കുക, തിരിച്ചാൽ അങ്ങനെ ഒരു ടെക്നീഷ്യൻ, ഇപ്പോൾ പടയോട്ടം ആ ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു ടെക്നീഷ്യൻ ഇന്ത്യയിലല്ല, അദ്ദേഹം ചിലപ്പം വേറൊരു രാജ്യത്തായിരുന്നെങ്കിൽ ഇതിനും വേറെ കുറേ കാര്യങ്ങൾ ചെയ്താലും ഒരു പക്ഷേ എന്ന് പറയില്ലേ. ചിലപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ സംവെയർ ഈസ് മിസ്സിങ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു മിസ്സിങ് എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഈ ടെക്നീഷ്യൻ എവിടെ പോയി. അതുപോലെ തന്നെ അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ സിനിമയോട് പുറത്തു നിന്ന് ചില ഡിസ്കഷൻ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇവരൊക്കെ സിനിമയിൽ ചെയ്യാൻ വന്ന ചില ആളുകളമ്മ പരിചയപ്പെടുമ്പോൾ അവർക്ക് സിനിമയെ പറ്റിയുള്ള അറിവും കാര്യങ്ങളും. അതാണ് ഉദയഭാനുവിൻ്റെ ഉദയനാണ് താരത്തിലെ ഫസ്റ്റ് ഒരു വരിയുണ്ട്, സിനിമയിൽ വന്ന് രക്ഷപ്പെടുന്നവരെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടറിയുന്നു, പക്ഷെ തകർന്ന് ചിറക് കരിഞ്ഞ് വീഴുന്നവരെ പറ്റി ആരറിയാൻ, കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ പറ്റിയും നമ്മൾ അറിയുന്നില്ല അല്ലേ. അതിൽ സത്യമായ കാര്യമാണ്. സിനിമയിൽ സക്സസ് ഇപ്പം കഴിഞ്ഞ 5 സിനിമ സക്സസ് ആക്കിയിട്ട് ഒരു സിനിമ ഫ്ലോപ്പായ ആ ഫ്ലോപ്പിനെ പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. 5 സിനിമയെ പറ്റി മറന്നു ആൾക്കാരൊക്കെ മറക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ടാലൻറ്റ് അതോടെ തീരുന്നില്ല. പിന്നെ നേരെ പിന്നെ ആക്രമിക്കാമെന്നാണ് അയാൾ. ആക്രമിച്ച് അയാളെ കൊല്ലുവിളിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളത് അല്ലേ. ഒരു എനർജി കൊടുക്കുക. കഴിഞ്ഞ സിനിമകളുണ്ടല്ലോ, അല്ലെങ്കിൽ അയാളെല്ലാം കണ്ടിന്യൂസ് ആണ് ചെയ്യണമെങ്കിൽ ഒരു 3 പടം അടുപ്പിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ആക്രമണത്തിന് അയാൾക്ക് സ്വയം വിശകലനം നടത്താം. അല്ലാത്തത് കഴിവത്ത് അയാൾ ഒരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് കഴിവ് തെളിയിച്ച ഒരു നടൻ. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ പറയാനുള്ള അധികാരം പോലും ഇല്ല. അത്രയും വലിയൊരു നടൻ, അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്യാരക്ടർ. ഈ ഉദയനാണ് താരത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോശം. അത് തന്നെ, പച്ചാളം വാസി. ഇപ്പോഴും ജഗതി ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞാൽ പച്ചാളം വാസി, അതാണ് ആദ്യം വരുന്നത്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ബെറ്ററായി അല്ലേ. ഞാൻ ഒരു പ്രാവശ്യം പോയി കണ്ടിരുന്നു അവിടെ കാലിക്കറ്റിൽ, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നു ഇപ്പോൾ അദ്ദേഹം ബെറ്ററായിട്ട്. ഏതോ ഒരു ചാനലിൽ ഞാൻ പാട്ട് പാടുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി ബെറ്ററായി. വെൽ എനിവേസ്, ജസ്റ്റ് ഒന്ന് ജഗതി ചേട്ടനെ നമ്മളൊന്ന് ഓർത്തു എന്നേ ഉള്ളൂ ഈ വഴിക്ക് പോയപ്പോഴത്തേക്കും. റോഷൻ സാറിൻ്റെ സ്കൂളിലെ നോട്ട്ബുക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഒരു ബോർഡിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു ശരിക്കും. 7ാം ക്ലാസ് മുതൽ സെൻറ്റ് അലോഷ്യസ് എലിത്തുരുത്ത് തൃശ്ശൂർ, അവിടെയാണ് എന്നെ കൊണ്ട് പഠിപ്പിച്ച അച്ഛൻ അപ്പൻ. അപ്പം അവിടെ പഠിച്ച് കണ്ട ഒരു ലോകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ബോബി സഞ്ജയ് വന്നിരിക്കുകയും എന്നെ കാണുകയും ഈ കഥ പറഞ്ഞപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാൻ ഒരു പക്ഷേ ഈ ഒരു ബോർഡിംഗ് ലൈഫ് എന്നെ സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ഒരു തീം പെട്ടെന്ന് കേട്ടപ്പം ചിലപ്പോൾ ഇത് നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ഞാനും സഞ്ജുവും ബോജേട്ടൻ ഞങ്ങൾ ഇരുന്നത് വേറെ കഥയ്ക്ക് വേണ്ടിയാണ്. ആ വേറെ കഥയുടെ ആലോചന എനിക്ക് തോന്നുന്നു അതായിരുന്നു മുംബൈ പോലീസ്. അന്ന് പറഞ്ഞ കഥയാണ് മുംബൈ പോലീസ്. അപ്പോൾ അതിൽ അന്ന് ബാക്കിയൊന്നും ആയിട്ടില്ല, ഒരു ഐഡിയ മാത്രം സഞ്ജു പറഞ്ഞു. മുംബൈ പോലീസായിരുന്നു എൻ്റെ ഓർമ്മ. പിന്നീട് ഏതൊരു സമയത്ത് പുള്ളി പറഞ്ഞൊരു ത്രെഡാണ് ഈ നോട്ട്ബുക്കിൻ്റെ. അതിൽ ഫസ്റ്റ് ഹാഫ് പുള്ളി ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വായിക്കാൻ തന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് വായിച്ച് കിട്ടിയപ്പോൾ തന്നെ നമുക്കതിൻ്റെ അതിലേക്ക് വീണു പെട്ടെന്ന്. കാരണം ഇത് നമ്മുടെ ലൈഫുമായിട്ടും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് വന്ന സാഹചര്യമായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. സാർ എങ്ങനെയായിരുന്നു ബോർഡിംഗ് സ്കൂളിൽ? നല്ല കുട്ടിയായിരുന്നോ? നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നോ? നല്ല സ്വഭാവം ബോർഡിംഗ് കൊണ്ടാക്കി. അങ്ങനെ സംഭവിച്ചാണോ? ഇവിടെ കേരളത്തിൽ കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത ആൾക്കാരെയാണ് ബോർഡിംഗ് കൊണ്ടേ ആക്കുക. അല്ല, ഏറ്റവും ഓർമ്മയിൽ ഇപ്പം അച്ഛനും അമ്മയും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കുഴപ്പം എന്തായിരുന്നു കൊച്ചില്? എല്ലാ കുഴപ്പങ്ങളും ആ പ്രായത്തിൽ ഒരു പയ്യൻ എന്തൊക്കെ കുഴപ്പം കാണിക്കാമെന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് പ്രായത്തിലാണ് നമ്മൾ? 7ാം ക്ലാസ് 12 വയസ്സ് ആ സമയത്ത് ബോർഡിംഗ്. പിന്നെ അത് ശരിക്കും സെന്റ് അലോഷ്യസ് എന്നെ രൂപപ്പെടുത്തിയിരുന്നെന്ന് പറയാം. എന്നിലുള്ള ഒരു കലാകാരനെയും അല്ലെങ്കിൽ അവിടുത്തെ, ഞാൻ എപ്പോഴും പറയുന്നത് ഈ CMI സഭയിലെ അച്ഛന്മാരും അവരുടെ എന്നും ഞാൻ കടപ്പെട്ടവരാണ്. കാരണം എന്നും അവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ആ ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ.
takadimi dim tam tam takadimi dim tam tam takadimi dim tam tam.